ഹായ് ബേബീസ്, സീൻ ഷെൻസ് ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് മുരിങ്ങനില മെനക്കെട്ടുന്നുള്ളിട്ട് എന്താണെന്നറിയോ? ഇത് ഞാൻ സാധാരണ വീഡിയോ അല്ല കേട്ടോ, 3 മിനിറ്റിന്റെ വീഡിയോ ആണ്. അത് 3 റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ എല്ലാത്തിലും താരായത് നമ്മളെ മുരിങ്ങന്റെ ഇല കൊണ്ടുള്ള 3 കറികളാണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നേക്ക് ആവശ്യമായ മുരിങ്ങന്റെ ഇല കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മള് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെമ്പട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടായിക്കോട്ടെ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ട് ഉള്ളി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് കുറച്ചധികം വേവിക്കാം. ഒന്ന് വാടി വന്നാല് മുരിങ്ങന്റെ ഇല ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി വേവിക്കാം. ഇതിലേക്ക് നമ്മള് പ്രധാനമായിട്ട് ഒഴിച്ചെടുക്കുന്ന ഒരു സാധനമാണ് കഞ്ഞിന്റെ വെള്ളം. ഇതിന് ഞങ്ങളവിടെ പറയാ മുരിങ്ങന്റെ ഇല താളിക്കുക എന്നാണ്. അപ്പൊ ഇന്നത്തെ ചോറിന്റെ കൂട്ടാനായിട്ട് ഉപ്പേരിയായിട്ട് എടുക്കുന്നത് മുരിങ്ങന്റെ ഇല താളിച്ചതാണ് ഈ കാണിച്ചത്. അങ്ങനെ കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം ഒന്ന് വെന്തുക്കണമൊക്കെ നോക്കിയിട്ട് നമുക്ക് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവട്ടാ. അപ്പൊ താളിച്ചത് റെഡി. ഈ അടുത്ത വീഡിയോ ആണ് ഈ കാണിക്കാൻ പോണത്. ഇത് പിറ്റേ ദിവസം ഉണ്ടാക്കിയതാണ്. ഞങ്ങള് പരിപ്പും തക്കാളിയും കുറച്ച് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. വേവിച്ച് വെച്ചതിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ 3 ഭാഗമായിട്ട് വെച്ചിരുന്ന മുരിങ്ങന്റെ ഇല, അതില് മുരിങ്ങന്റെ ഇല കഴുകിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടാ. ഇതാണ് പരിപ്പും മുരിങ്ങന്റെ ഇല എന്ന് പറയാം. ഈ വീഡിയോ ഞങ്ങൾ 3 ദിവസം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ 3 ദിവസത്തും താരം മുരിങ്ങന്റെ ഇല തന്നെ ഇരുന്നിട്ട് ഞങ്ങളെ വീട്ടില് ഇത് വീഡിയോയില് കാണുക. അതേപോലെ നല്ലോണം തിളച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങന്റെ കൂട്ടുണ്ടാക്കാം. തേങ്ങയിലേക്ക് മഞ്ഞപ്പൊടിയും കാന്താരി മുളകും 2 അല്ലി ചെറിയ ഉള്ളിയും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കറി പോലെ ഇഷ്ടമുള്ളവർക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സിയിൽ അരച്ചെടുത്തിട്ട് പേസ്റ്റ് രൂപമാക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും മുരിങ്ങന്റെ ഇലയൊക്കെ ഇല്ല അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് കറിയായിട്ട് ഉപയോഗിക്കാം, ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാം. അപ്പൊ എല്ലാരും മുരിങ്ങന്റെ ഇല കൊണ്ടുള്ള ഈ 3 റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യൂലേ? മുരിങ്ങന്റെ ഇല സാധാരണയായിട്ട് കിട്ടണല്ലേ. അപ്പൊ പല രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്തൂടെ? എന്നിട്ട് ഒന്ന് കമന്റിലൂടെ അറിയിക്കണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണിക്കുന്നത് എന്താ, മുരിങ്ങന്റെ ഇല തോരനായിട്ട് ഉണ്ടാക്കണേ. അപ്പൊ മെയിനായിട്ട് നമ്മളെ താരം ചട്ടി വെച്ച് ചൂടായിട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ടിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം മുരിങ്ങന്റെ ഇല ഇട്ടിട്ട് വേവിക്കുക. മുരിങ്ങന്റെ ഇല തോനെ കണ്ടിട്ട് തോനപ്പിടാൻ നിൽക്കണ്ട, കുറച്ചിട്ടാ മതി, അത് തളർന്ന് പോട്ടാ. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാലും മതി. പിന്നെ ഞങ്ങൾ ഈ ചട്ടി കണ്ടിട്ട് എല്ലാരും പറയുന്നുണ്ടാ, പക്ഷെ ഇതിനേക്കാളും വലിയ ഉപകാരമുള്ള ചട്ടി ഞങ്ങളെ വീട്ടിൽ വേറെ ഇല്ല. അങ്ങനെയാണ് ചില ചട്ടികൾ നമുക്ക് എത്ര ഉപയോഗിച്ചാലും ഒഴിവാക്കാൻ തോന്നാത്ത ചില ചട്ടികളൊക്കെ കണ്ടിട്ടാ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ തേങ്ങന്റെ കൂട്ടുണ്ടില്ലേ, തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയിട്ട് തേങ്ങ. അപ്പൊ നമ്മുടെ തോരന് റെഡി, കറി റെഡി, താളിച്ചത് റെഡി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യൂലേ? മുരിങ്ങന്റെ ഇലല്ലേ താരം. പിന്നെ കൊറോണ കാലത്ത് നമ്മളെ കാത്തു രക്ഷിച്ചിരുന്ന ഒരേ ഒരു മുതൽ മുരിങ്ങന്റെ ഇല അല്ലേ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂലേ? ടാറ്റാ ബൈ ബൈ.